ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാവിലെ ടാരോട്ട് വായിച്ച സമയത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ പിന്നെയാണ് അത് ഓർമ്മിച്ചത്. നമ്മളിപ്പം കടന്നു പോകുന്ന സമയം ഒരു ബ്ലഡ് മൂൺ എഫക്റ്റുള്ള സമയമാണെന്ന് പറയും. ടാരോട്ട് വായനയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മൂൺ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മൂൺ എനർജി കൂടുതലാകുന്നതും കുറയുന്നതിനെയും ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഇമോഷൻസിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നടക്കുന്നത് അതിശക്തമായ ഒരു ഊർജ പ്രവാഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം ചന്ദ്രനിൽ നിന്നും. അത് നമ്മുടെ വൈകാരികതയും അതുപോലെ ആത്മീയവുമായ തലത്തെ വളരെയധികം സ്വാധീനം ചെലുത്തും. ഓക്കെ, 3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാൻ. ഒന്ന്, വൈകാരിക ഉണർവ്. ഈ സമയത്ത് എല്ലാവരുടെയും ഇമോഷൻസ് വളരെയധികം ഉയർന്നതായിരിക്കും. എല്ലാവർക്കും ഈ ടാരോട്ട് വായനയിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പോൾ കേൾക്കുന്നവരെല്ലാം അത് ശ്രദ്ധിക്കണം. ഇപ്പം ടാരോട്ട് വായനയിൽ ചില തുടക്കങ്ങൾ ഞാനിന്ന് രാവിലെ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കങ്ങളുണ്ടാവും, ഇപ്പോൾ ഉള്ള ബന്ധം ഉപേക്ഷിക്കും എന്നാണ് ആ ഒരു ടാരോട്ട് റീഡിങ്ങിൽ മുഴുവനായിട്ടും പല സ്ഥലത്തും പല കാർഡുകളും വന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇന്നത്തെ ദിവസം ബ്ലഡ് മൂൺ ഡേ, ആ ഒരു എനർജി ഉള്ളൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഈ ഒരു ദിവസങ്ങളിലെല്ലാം ആ ഒരു എനർജി ഉണ്ട്. പരിവർത്തനങ്ങളുടെ സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. പലർക്കും പുതിയ തുടക്കങ്ങളുടെ സമയം, പല മാറ്റങ്ങളുടെയും സമയം, നമ്മുടെ ജീവിതത്തിൽ പലതും മാറുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുള്ള ബന്ധമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു സമയമാണ് ആത്മീയമായിട്ട്. ഇത് മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനാ സമയത്ത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മാർഗനിർദ്ദേശങ്ങൾ കിട്ടും. ഒരു ഉൾക്കാഴ്ച, അതായത് ഇൻറ്റ്യൂഷൻ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ സമയത്ത് വളരെ ശ്രദ്ധിച്ച് മെഡിറ്റേഷൻസ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. എനർജി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് പറയണം, കുറച്ച് താമസിച്ചു പോയി, എന്നാലും എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പോൾ ടേക്ക് കെയർ.